ഹായ് ഓൾ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ കേട്ടോ. അപ്പോൾ എങ്ങോട്ട് യാത്ര എന്നുള്ളതല്ലേ, അപ്പോൾ ഞാൻ നാട്ടിലോട്ട് വരുന്ന യാത്രയാണ് കേട്ടോ. നാട്ടിലോട്ട് വരുന്ന ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസത്തിന് ശേഷം നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കേട്ടോ വരുന്നത്, എയർപോർട്ടിലേക്ക് വരുന്നത് കേട്ടോ. ഫ്ലൈറ്റിൽ ഫുഡൊന്നും ഉണ്ടാവില്ല. ഫുഡില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് വക്കാലിന്ന് ജ്യൂസും ബന്നും അതൊക്കെ വാങ്ങിയിട്ടാട്ടോ പോണത്. കാരണം ഫ്ലൈറ്റിൻ്റെ അവസ്ഥ അറിയൂലേ, അത് വാങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോവാട്ടോ. എയർപോർട്ട് ടെർമിനലാട്ടോ. ഹാജിമാർ വരുമ്പോൾ ഇവിടെ ഇറങ്ങല് ഹജ്ജ് ടെർമിനൽ. അപ്പോൾ മുത്തുമണികളെ, നാട്ടിൽ വന്നതിന് ശേഷം കേട്ടോ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണത്. കുറച്ച് ഡിലേ ആയി, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. ഗൈസ്, ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്, പുറത്ത് വിട്ടില്ല. വിമാനമൊക്കെ അതൊക്കെ ഓടും, കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല. ഞാനിനി എയർപോർട്ടിനുള്ളിൽ കയറട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെയിലാണ്, വെയിൽ. നല്ല കാറ്റുണ്ട്, പക്ഷെ തിളച്ച വെള്ളം മേത്ത് ഒഴിച്ച പോലെ ഇപ്പോൾ ചൂട്, വളരെ ചൂടാണ്. അതിന് സാധനങ്ങളൊക്കെ പെട്ടില്ല. വണ്ടിയിൽ ലഗേജുകളുണ്ട്, അതൊക്കെ ഇനി ഇറക്കണം. ഓക്കെ, അപ്പം ഇനി ഫ്ലൈറ്റിലെത്തിയിട്ട് കാണാം. അല്ല, എയർപോർട്ടിനുള്ളത്തെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ മുത്തുമണികളെ, ലഗേജ് കാണുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ. ഉള്ളിലല്ല, പുറത്ത് തന്നെയാണ്. എനിക്ക് സംസം വാങ്ങിക്കാണ്ട് 13 റിയാൽ വേണ്ട, ഞാൻ ഇവിടെ നിന്നാൽ മതിയോ? അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ അതാ. ഇതെനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ള സാധനം കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഇൻഷാ അല്ലാ കുറച്ച് ദിവസം നാട്ടിൽ സംസം വാങ്ങിച്ചിട്ടോ. ഇനി നേരെ എയർപോർട്ടിനുള്ളിൽ പോവാം. ഞാൻ എയർപോർട്ടിനുള്ളിൽ എത്തിയിട്ടോ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം കാണിക്കാട്ടെ, കാരണം ഇവിടെ അധികം ക്യാമറ അലോഡല്ല. ഓക്കെ. നല്ല തിരക്കാണ് ബോർഡിംഗ് പാസിൻ്റെ അവിടെ. ബോർഡിംഗ് പാസിൻ്റെ അവിടെ അല്ല, ഈ നമ്മൾ അത് എടുക്കണ അവിടെ എത്തും. ഒക്കെ മറന്നു വെക്കണം. കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇല്ല. അപ്പോൾ അങ്ങനെ ലഗേജ് പോയി, സംസം പോയി, ബോർഡിംഗ് പാസ് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ട്. പിന്നെ എൻ്റെ ചെറിയൊരു സൈഡ് ബാഗ്, അതന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് കിട്ടോ, അതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അവിടെ പോയി ഇരിക്കട്ടെ. എന്നിട്ട് അല്ല, ഇത് ചെക്കിങ് ഉണ്ടാവും. ഇത് ചെക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥതായി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇവിടെ എയർപോർട്ടിനുള്ളിൽ തന്നെ ഒരു മുട്ടായിൻ്റെ ഷോപ്പിലാട്ടോ. ഇതിൽ കൂടെ പാസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ മുട്ടായി ഷോപ്പാട്ടോ ഗൈസ്. ഇവിടെയൊക്കെ നല്ല വിലയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വെയിറ്റ് ചെയ്യണം, അവിടേക്ക് പോവാം കേട്ടോ. ഇതിൽ ബോർഡിംഗ് പാസിൽ നോക്കണം, ഗേറ്റ് നമ്പർ ഏതാ നോക്കണം. ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി 5 മണിക്കാണ് ഫ്ലൈറ്റ്. 5 മണിക്കല്ലേ? 5 മണിക്കാണ് ഫ്ലൈറ്റ്. എനിക്കൊരു മലയാളി ഫാമിലീസിനെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ധൈര്യമുണ്ട്. പിന്നെ ചെക്കിങ്ങിലൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അൽഹംദുലില്ലാ
ഒരു ഭാഗത്തും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഉഷാറായൊക്കെ. ഇനി എവിടെയും പോയി ഇരിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എനിക്കൊരു സീറ്റ് കിട്ടിയിട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ ഒമാനിലെത്തിയിട്ട് എങ്ങനെയൊന്നും അറിയില്ല. കണക്ഷൻ ഫ്ലൈറ്റാണ്. അവിടുന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. പക്ഷേ അത് നാളെ ഞായറാഴ്ച വെളുപ്പിന് 3:30 ആകുമ്പോഴത്തേക്ക് ഞാൻ നോക്കാം. കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല, കാരണം ഫ്ലൈറ്റിൻ്റെ കാര്യമല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ്. ബോർഡിംഗ് പാസ് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കൈ പിടിച്ചിട്ടുള്ളൂ. സലാമേറാണ് ഞാൻ പോണത്. ബോർഡിംഗ് പാസ് ഇപ്പോൾ ഞാൻ 1 കൈ പിടിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ JD MCT ജിദ്ദ ടു മസ്കറ്റ്, പിന്നെ മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്, അങ്ങനെ. അപ്പോൾ അത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മസ്കറ്റിലുള്ള ബോർഡിംഗ് പാസ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്, കാരണം 1 കൈ പിടിച്ചാൽ മതിയല്ലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, യാത്ര അടിപൊളിയായ മതി. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ചെക്കിങ്ങിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഏതൊരു ഫാമിലി അറിയാണ്ട് കത്രിക വെച്ചിട്ടുണ്ട് അവർ, അതും ഒരു എടുത്ത് മാറ്റി. നമ്മളതൊന്നും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. ഞങ്ങൾ എൻ്റെ കൂടെ വേറെ ഫാമിലി ഉണ്ട് കേട്ടോ. അവർ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ലൈൻ നോണ്ടിക്കുക കേട്ടോ. 2 ലൈനുണ്ട്. ഒരു ലൈൻ നല്ല തിരക്കാണ്. അപ്പോൾ തിരക്കില്ലാത്ത ലൈന് കയറി നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് ബസ് കയറാൻ, ബസ്സിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ. ബസ്സിൽ കയറി ഇനി നേരെ ഫ്ലൈറ്റ് പോകും. എൻ്റെ ഫ്ലൈറ്റ് സീറ്റ് നമ്പർ 23 ആണ്. വിൻഡോ സീറ്റാണ്. 23F ആണ്. വിൻഡോ ആണ് കേട്ടോ ഗൈസ്. എനിക്ക് സീറ്റ് കിട്ടിയിട്ട് ഇവിടെ തറക്കയില്ല, കാരണം ഞാൻ വിൻഡോ സീറ്റ് ആദ്യം തന്നെ ബോർഡിംഗ് പാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാളിരുന്നു. ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ആൾ എണീറ്റ് തരുന്നേ ഇല്ല. അപ്പോൾ ഞാൻ വാശി പിടിച്ചു, കാരണം നമ്മൾ പറഞ്ഞല്ലേ വിൻഡോ സീറ്റ് വേണമെന്നുള്ളത്. കുറച്ചൊക്കെ താഴെ, പക്ഷെ എന്നാലും കുറച്ചൊരു പെണ്ണുങ്ങളോടൊരു മാന്യത വേണ്ടേ. അപ്പോൾ ഞാൻ വാശി പിടിച്ചപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടോ. ഈ വെള്ളപ്പൊക്കായിട്ട് ആളാട്ടോ ഇവിടെ ഇരുന്നില്ലത്. കുഴപ്പമൊന്നുമില്ല, വിൻഡോ സീറ്റ് കിട്ടി, സമാധാനമായി. ലഗേജ് ബാഗൊക്കെ അവിടെ വെച്ചു, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പാസ്പോർട്ട് ഇനി അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ 3-4 മണിക്കൂർ, 4 മണിക്കൂർ അറിയില്ല, അവിടെ 3 മണിക്കൂർ മസ്കറ്റിക്ക്, പിന്നെ അവിടുന്ന് 2 മണിക്കൂർ വെയിറ്റിങ് മസ്കറ്റിന്, അങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെ ഫുഡ് ഐറ്റംസ് ഞാൻ അവിടെ വെച്ചോളൂ. ഇരിക്കാൻ വലിയ കംഫർട്ട് ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് ഇവിടെ വെച്ചോളൂ. പിന്നെ വലിയ ഹാൻഡ് ബാഗ് ഞാൻ അവിടെ വെച്ചോളൂ കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, സീറ്റൊക്കെ ആകെ ഒരു ഇടങ്ങാറ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ പുറത്തത്തെ വ്യൂ ഇതാ കേട്ടോ. ഭയങ്കര ഇടുങ്ങിയ സീറ്റാണ്, ചാറാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാട്ടോ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ട് മടിയിൽ വെക്കാൻ. എൻ്റെ അടുത്ത് ആൾക്കാർ ഇരിക്കുന്നത് കേട്ടോ. ഇവർക്ക് ഒന്നിരുന്നു, അതിൻ്റെ അപ്പുറത്തുള്ള ആളാണ് സീറ്റ് തരാഞ്ഞത്. ഭയങ്കര ഒരു കംഫർട്ടില്ല, ഭയങ്കര ഇടുങ്ങിയൊരു ഇടങ്ങാറ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കായിരിക്കും അറിയില്ല. ഫ്ലൈറ്റിൽ നിറച്ച ആൾക്കാരുണ്ട്. ഇത് കാണിച്ചു കേട്ടോ. അല്ലേ, ഭയങ്കര ഇടങ്ങാറായിട്ടാണ് ഞാൻ കാണിച്ചു കേട്ടോ.
ഇതുണ്ടോ ഇത്ര ഒരു ഗ്യാപ്പ് ഉള്ളൂ കേട്ടോ, പക്ഷെ ഭയങ്കര ഇതുണ്ട്. ഇതും കൂടെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഇത്ര ഒരു ഇതുള്ളൂ, ഡിസ്റ്റൻസ് ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇടട്ടെ കേട്ടോ. بنرحب بكم على متن هذا المتجه مشيئة الله إلى مطار مسقط الدولي. رحلتنا إلى مسقط تستغرق അപ്പം മുത്തുമണികളെ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ പൊന്തിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് പൊന്തുന്ന സമയത്തും അത് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തും കേട്ടോ, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് പറഞ്ഞറിയില്ലേറെ നല്ലത് അനുഭവിച്ചറിയണതാണ്. അത്രയും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഭയങ്കര പേടി, ചിലർക്ക് പേടി. എനിക്ക് പേടി, ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. എന്നാൽ പേടി ഇല്ല വെച്ചാൽ പേടിയില്ല. കാരണം ആദ്യം ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടല്ലോ, വന്ന സമയത്ത് എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, അതുപോലെ പോണ സമയത്തും കണക്ഷൻ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒമാനിലും ഷാർജയിലൊക്കെ ഇറങ്ങി കയറാൻ പറ്റി. ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സംസാരിക്കുന്നത് ആകാശത്ത് നിന്നുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മുത്തുമണികളെ, എനിക്ക് അവിടുന്ന് പെട്ടെന്ന് ഫ്ലൈറ്റ് പൊന്തിയ സമയത്തൊക്കെ ഭയങ്കര വിഷമമായിട്ടാണ്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് പോരുക എന്നുള്ളതിൽ. പക്ഷെ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഞാൻ ഇൻഷാല്ലാ തിരിച്ചു പോവും ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ ഒരു സന്തോഷം വെച്ചാൽ എനിക്ക് ഇക്കാനെയും മക്കളെയും കാണാലോ എന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ ഒരു കാർഡിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും അപകടം കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ, പറ്റാതിരിക്കട്ടെ ആര് യാത്ര ചെയ്യുമ്പോഴും. അപ്പം എൻ്റെ കൂടെ ഇരിക്കണ ഒരാളുണ്ട്, ഒരു ചെക്കനാണ്. അവനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കണം കേട്ടോ, അവൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിത്തെ ഫ്ലൈറ്റിലത്തെ മെനു കാർഡാണ്. ഭയങ്കര റേറ്റാണ്. കാരണം ഒന്നിനും പറ്റില്ല എന്നാണ് എൻ്റെ കൂടെ ഇരുന്ന ആൾ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് അതിൻ്റെ മുന്നേ തന്നെ, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഫുഡ് കരുതണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഒന്നാമത് മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, നേരത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ്, കേക്ക്, ജ്യൂസ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെയാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. ഞാൻ ഇത് കാണിക്കണം എന്താ വെച്ചാൽ, ഒരുപാട് പേർക്ക് ഞാൻ എവിടെ പോകണോ, ഞാൻ എന്ത് ചെയ്യണോ, അങ്ങനെ കാണാൻ ആഗ്രഹിക്കണ ഒരുപാട് പേരുണ്ട്. അവർക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചതും പറഞ്ഞതൊക്കെ കേട്ടോ. പിന്നെ ഇത് ചെക്കനാട്ടോ, ഇവൻ എന്തോ TTC അങ്ങനെ എന്തോ പഠിക്കുകയാണ്, എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നല്ല മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ, നന്ന മുകളിലെത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മേഘങ്ങളും ഇതൊക്കെ കാണാം. അപ്പോൾ
വന്ന മുകളിലെത്തിയാൽ രാത്രി ആകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല, പകലാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മേഘങ്ങളെങ്കിലും കാണാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേഘങ്ങൾ കാണാം. അങ്ങനെ പിന്നെ ചെറുതായിട്ട് ചെറിയ ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മേഘത്തിൽ തട്ടുന്ന ആ സമയത്ത് ചെറിയൊരു അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമുക്കറിയാൻ പറ്റും. ഞാൻ കൂടുതൽ പറഞ്ഞില്ല, കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ കണ്ടോ മേഘങ്ങൾ താഴെ കാണുന്നുണ്ട്, ചെറുതായിട്ട് മഞ്ഞ്, എന്താ പറയുക, എനിക്കത് കണ്ടപ്പോൾ ഐസ് ചുരണ്ടിയിട്ട് അവിടെ ഇട്ട പോലെ തോന്നിയിട്ടോ. കാരണം അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടിപൊളിയാണ് ഗൈസ്. ഒരുപാട് നന്ദിയുണ്ട് പടച്ചോനോട്. കാരണം എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഉംറ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പടച്ചോൻ സാധിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ഒരു വീട് എങ്ങനെയും ആക്കണം. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത്, പിന്നെ വിശന്നപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ സ്മൂത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചട്ടോ. പിന്നെ ഞാനൊരു അവക്കാഡോൻ്റെ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തൈരൊക്കെ മിക്സ് ആയിട്ടുള്ള. പക്ഷെ അത് എനിക്ക് കുടിക്കാൻ പറ്റിയില്ല, അത് പെട്ടെന്ന് കേടൊന്നു. കാരണം ഫ്ലൈറ്റിൽ തണുപ്പ് കുറവേനു. അപ്പോൾ തണുപ്പ് കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് കേടുന്നതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറേ നേരം മേഘമൊക്കെ നോക്കി നിന്ന് പിന്നെ വാഷ്റൂമിലൊക്കെ പോയി. വാഷ്റൂം പോയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, അവിടുത്തെ ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാട്ടോ വാഷ്റൂം, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താട്ടോ. കാരണം വാഷ്റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗണ്ടാണ്. ഞാൻ കയറിയപ്പോൾ തന്നെ ആകെ പേടിച്ചു പോയി. കാരണം ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. പിന്നെ വൈകുന്നേരം ആവാനായി, അതാട്ടോ ഇങ്ങനെ സൂര്യനൊക്കെ ചുമന്ന കളറ്, പിന്നെ ചെറുതായിട്ട് ഇരുട്ടായി. പിന്നെ ഇരുട്ടായപ്പെടുത്താട്ടോ നല്ല രസമുണ്ടായിരുന്നു, ചുവപ്പ് കളർ കാണാം കേട്ടോ. വീഡിയോയിൽ അത്ര വലിയ ക്ലിയർ ഇല്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. മണിക്കൂറുകൾക്ക് ശേഷം ലൈറ്റ് ഓണായപ്പോൾ സമാധാനം, തലവേദനിച്ചിട്ടറിയാം. 9 മണിക്ക് ഒമാനിലെത്തുന്ന പറഞ്ഞത്, പക്ഷേ 7:28 നേരത്തെ എത്തിയോ? ലാൻഡിങ്ങിന് സമയമായി, ഇറങ്ങാൻ സമയമായി. ചെറുതായിട്ട് ഉറപ്പ് വെളിച്ചം കാണുന്നുണ്ട്, എന്താ അറിയൂല. സീറ്റ് ബെൽറ്റ് കെടാൻ പറഞ്ഞിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് കെട്ടുക. ലാൻഡിങ് ആണോ അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. 9 മണിക്ക് എത്തുന്ന പറഞ്ഞത്, പക്ഷേ നേരത്തെ അറിയില്ല ഗൈസ്. ഞാൻ പുറത്തെ വ്യൂ കാണിച്ചു കേട്ടോ, ഇരുട്ടാ. പുറത്തത്തെ കണ്ടോ, പുറത്ത് ഇരുട്ടല്ലേ, കാണില്ലല്ലോ. ചിലപ്പോൾ ആണെങ്കിലും മുകളിൽ തന്നെ എനിക്ക് അറിയില്ല. പക്ഷെ എന്തിനാണ് ഇനി സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞ ലൈറ്റ് കണ്ടത് മനസ്സിലാവണില്ല. എല്ലാവരും ഉറക്കി, ഞാൻ ഉറക്കിട്ടുണ്ടായില്ല. എനിക്ക് തലവേടിച്ചിട്ട് കുട്ടികളെ കരച്ചില്. AC ആണെങ്കിൽ തണുപ്പില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തീരെ തണുപ്പില്ല. കുറേ ആൾക്കാർ എല്ലാവരും അതിൻ്റെ മേലെ ഇങ്ങനെ തിരിച്ചുക, AC-ൻ്റെ അതിങ്ങനെ തിരിച്ചുക. തന്നെ ഒരു പണി. ആർക്കും തണുപ്പില്ല, AC ഇതായിട്ടില്ല. അപ്പം ഇനി നോക്കട്ടെ എന്താണ് എവിടെ ഇറങ്ങണേന്നൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ മുത്തുമണികളെ ഒമാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവർ സലാമെയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കറക്റ്റ് ടൈമിങ്ങിന് അവർ എത്തും കേട്ടോ. പക്ഷെ എനിക്ക് ടൈമിൻ്റെത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഇവിടെ വന്ന സമയത്ത് ജിദ്ദയിൽ വേറെ സമയം, ഇവിടെ വന്നപ്പോൾ വേറെ സമയം ഫോണിൽ കേട്ടോ. പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഒമാനിൽ എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് വെളിച്ചം കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പം ഇനി ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ. സ്പീഡ് പോണേ.
ബേഗ് ഞാൻ എടുത്തു കേട്ടോ. എൻ്റെ അടുത്ത് ഇന്നില്ല എടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇറങ്ങാനായി, നേരത്തെ എത്തി. ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറാം. അടുത്തത് വിൻഡോ സീറ്റാണ്. അപ്പോൾ ഗൈസ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നെക്സ്റ്റ് വേറെ ഫ്ലൈറ്റിലോട്ട് കയറി പോവാണ് പോലെ. എൻ്റെ കൂടെ ഉണ്ടായ കുട്ടിയാട്ടോ അവന്. അപ്പോൾ ഗൈസ് നമ്മൾ വേറെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൽ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ നടക്കാൻ പറ്റി. ഇപ്പം ഒമാനിലെത്തി. അങ്ങനെ എനിക്ക് ഷാർജയിൽ ഇറങ്ങാൻ പറ്റി, ജിദ്ദയിൽ പോകാൻ പറ്റി, ഒമാനിലും വന്നു. അതന്നെ കറക്റ്റ്. ഒമാനിൽ കാലത്താൻ പറ്റിയില്ലേ? ഒമാനത്തെ എയർപോർട്ടിനുള്ള കേസ് ഇത്. എസ്കലേറ്ററിലാണ്. ഞങ്ങളല്ല, ഞാൻ എപ്പോഴും ഞങ്ങൾ പറയൂലേ. അത് നമ്മളെല്ലാവരും നല്ലേ, നമ്മളെല്ലാവരും കൂടെ അല്ലേ യാത്ര ചെയ്യണേ. വീണ്ടും എക്സലേറ്ററിൽ കയറി പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എയർപോർട്ടിൽ. പക്ഷെ ഇപ്പോൾ ആൾ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താ അറിയില്ല, ആൾ കുറവായിരിക്കാം, അറിയൂല. ഓക്കെ, അയ്യോ, ഇതിൽ നടക്കും ചെയ്യാം, ഓടും ചെയ്യാം, നിന്നെടുക്കുകയും ചെയ്യാം. നടക്കാൻ പറ്റാത്തവർക്ക് നിന്നെടുക്കാം. അങ്ങനെ ചീറ്റ. ഓക്കെ, ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഭയങ്കര ഇത് കേട്ടോ, ഭയങ്കര ചെക്കിങ്. എൻ്റെ മോതിരം, മാല, വള, കഴിച്ചതിനും ഒക്കെ ഒരിപ്പിച്ചു. കാരണം സ്വർണ്ണമൊന്നുമല്ല, എന്നാലും ഒരു ഒരിപ്പിച്ചു. അപ്പോൾ ഇവിടെ എയർപോർട്ടിലെത്തി. ഇവിടെ സീൻ പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഫുള്ള് ചെക്കിങ്. ഒരു മിനിറ്റിൻ്റെ കൂടെ ആളുണ്ടായിരുന്നല്ലോ. ഞാൻ ഒറ്റക്ക് പോകണ്ടേ. സലാമേർ C8 ആണല്ലോ പറഞ്ഞത്. C8 C6 വന്നാൽ പോയി നോക്കട്ടെ. C8 ഇതിൽ കാണില്ലല്ലോ. ഐസ് ഇവിടെ വന്നിട്ട് തരാതാര നടക്കേണ്ട അവസ്ഥ. ഗേറ്റ് സിയോ അതവിടെ. ആ, അപ്പോൾ ഗൈസ് എനിക്ക് തലവേദനയ്ക്ക് ഉണ്ടായിരുന്നു. ഫുഡ് ശരിക്ക് കഴിച്ചിട്ടില്ലല്ലോ, ഉച്ചക്ക് കഴിച്ചതാ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു കാക്ക എനിക്ക് ബഞ്ഞ് മിഠായിയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഗേറ്റ് C അല്ലാതെ അവിടെയാണ്. അപ്പോൾ C8 കണ്ടുപിടിച്ചു. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയാം, കാണിച്ചു തരാം. ഓക്കെ, എനിക്കിവിടെ ഒമാനിൽ വന്നപ്പോൾ വലിയൊരു ഇത് തോന്നലുകാരൻ ഓര് തന്നു. എനിക്ക് വലിയൊരു ഇത് തോന്നില്ല. കാരണം വരെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഫുള്ള് നമ്മളെ എന്തോ ഒരു ഇതിൽ നമ്മളോട് ഇതാക്കണ പോലെ. അപ്പോൾ ഒരു ഈത്തപ്പഴത്തിന് മരം വന്നിട്ട് ഞാൻ അവിടെ ഇരിക്കട്ടെ. പ്ലീസ്, നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കതാ. വെക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വിളിക്കുമ്പോൾ പോകണം. അങ്ങനെയുള്ളത് കുഴപ്പമില്ല. ഇവിടുന്ന് ചെക്കിങ്ങിൻ്റെ അവിടെയാണ് ഒന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എനിക്ക് തീരെ ഇഷ്ടമായില്ല ഓരോ സ്വഭാവം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഓരോ റൂൾ അങ്ങനെ ആയിരിക്കാം, അറിയില്ല. ഞാൻ ഫോൺ കുത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാളെ വെളുപ്പിന് ഞാൻ നാട്ടിലെത്തും. ഇൻഷാ അല്ലാഹ്. ഫ്ലൈറ്റിക്ക് പോകണമായിരുന്നു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഫോണ് ഫുള്ള് ചാർജ് ഇപ്പോൾ ആക്കിയിട്ടോ. ഇവിടുന്ന് എൻ്റെ ഫാസ്റ്റ് ചാർജ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറി. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് പെട്ടെന്നായി. ഫുള്ള് പറഞ്ഞാൽ 100 ആയിട്ടില്ല, 90
ശതമാനമായി. എനിക്ക് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി. ഇതേതാ ഫ്ലൈറ്റ് മാറിയോ? Oversized items or placed in the hold. If you're having difficulty storing all these items, visit Westman or the cabin. കുറേ അങ്ങോട്ട് സീറ്റ് കിട്ടി 16 മിനിറ്റോ കിട്ടി. സമാധാനം എവിടെ ഇരുന്ന്. Dear volunteers, good evening. On board, they would like to start our walk-up. Like Bobby, number 73, or departure. Flight duration will be approximately 3 hours and 20 minutes. അപ്പോൾ സീറ്റൊക്കെ കിട്ടി സെറ്റായി ഇരുന്നു കേട്ടോ. ലഗേജൊക്കെ വെച്ചു. അപ്പോൾ വിശന്നപ്പോൾ ഈ ഒരു കേക്ക് ജിദ്ദയിൽ നിന്ന് ഒമാൻ വരെ വന്ന ഒരു പാസഞ്ചർ എനിക്ക് തന്നാട്ടോ. അപ്പോൾ അത് കഴിച്ചു. നേരത്തെ അവിടുന്ന് ജ്യൂസ് കുടിച്ചു, പിന്നെ ഇങ്ങനെ കേക്ക് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സീറ്റ് കാലിയാട്ടോ. ഈ ഫ്ലൈറ്റിൽ അത്ര തോന ആളുകളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പറഞ്ഞാൽ നമ്മളെ ലഗേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. കാരണം ഇവരുടെ ടൈമിങ് കറക്റ്റാണ്, പക്ഷേ ലഗേജിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാനുള്ള ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ഒമാനിൽ നിന്ന് കാലിക്കറ്റ് വരുന്ന ഫ്ലൈറ്റ് തന്നെ ഭയങ്കര കോഴിക്കോടൊക്കെ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഭയങ്കര കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് യാത്ര ചെയ്ത ആളുകളുണ്ടായിരുന്നു ഇതിൽ. എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര പേടിച്ചിട്ടായിരുന്നത്. കാരണം അത്രയും ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഇളക്കം. അപ്പോൾ അത് ചെറുതായിട്ടൊരു പേടിയുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ഫ്ലൈറ്റിലെയും പോലെ തന്നെ എയർ ഹോസ്റ്റേഴ്സ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. ഞാൻ പുറത്ത് കുറേ ഫ്ലൈറ്റ് അങ്ങോട്ട് പോണതും വരുന്നതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അതൊന്നും നോക്കണില്ല. ഞാൻ ഇടയ്ക്ക് നോക്കും, വീഡിയോ എടുക്കുമ്പോൾ അവരിങ്ങനെ പറയണത് കേൾക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കും, അത്രയൊക്കെ തന്നെ. ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ മുന്നിൽ തന്നെ ഒരു ബുക്ക് ഉണ്ട്, അതിൽ നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ നോക്കലാണ്. ഇവരോരോന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും കേട്ടോ നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ ഫ്ലൈറ്റിൽ, കുറച്ച് ആളുകളേ ഉള്ളൂ. അധികം സീറ്റുകൾ ഒഴിവാണ്. അപ്പോൾ മുത്തുമണികളെ, ഞാൻ മദീനത്ത് പോയ പിറ്റേ ദിവസമായിട്ടോ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം, കുഴക്കും, പിന്നെ പനി, തൊണ്ടവേദന, ജലദോഷമൊക്കെ ഉണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ഇങ്ങനെ വലിക്കണം കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചെറിയൊരു പേടി ഞാൻ പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിവരോട് മെഡിസിനൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. എയർ ഹോസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തലവേദന ഉണ്ട്, അപ്പോൾ ഒരു ഗുളിക വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
കോഴിക്കോട് എയർപോർട്ടിലെത്തി. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന, സഹിക്കാൻ പറ്റാത്ത തലവേദന കേട്ടോ. ഇവിടുന്ന് ഹെയർ ഹോസ്റ്റേഴ്സിനോട് ഗുളിക വെച്ചിട്ട് ഗുളികയൊക്കെ തന്നു. എനിക്ക് കുറവില്ല, എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇനി പുറത്ത് അവിടെ എന്തൊക്കെ നോക്കട്ടെ, ഇവിടുത്തെ എയർപോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം, അതും കൂടെ ഒരു ഉൾപ്പെടുത്താം. പിന്നെ ഒക്കെ വന്നിട്ടുണ്ടാവും, 4 മണിയാകുമ്പോൾ എത്തും. എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലും എല്ലാവരും ലാസറും വന്നിറങ്ങിയേക്കുന്ന ചെറുതായിട്ട് മഴ ചാറിയുള്ളൂ അല്ലേ? വന്നിറങ്ങിയേക്കാൻ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ട്. അടിപൊളി, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ അറിയില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി ഇതിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നിൽക്കാനായിട്ട് കണ്ടതിന് ശേഷം കാണിക്കാം, വീടെടുക്കാം. അപ്പോൾ ഗൈസ് കോഴിക്കോട് എയർപോർട്ട്. അപ്പോൾ ഗൈസ് ഇനി വീണ്ടും ഇവിടെ ചെക്കിങ് ഉണ്ട്. എല്ലാ സാധനങ്ങളും ഒരുങ്ങടയിൽ വെക്കണം. ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമ്മളെ ലഗേജുകളും ഇവിടെ വരും, അത് പിക്ക് ചെയ്യണം. വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, അറിയില്ല, നോക്കട്ടെ. അപ്പോൾ മുത്തുമണികളെ, എൻ്റെ ഒരു ലഗേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിനി ഒരു ലഗേജും അതുപോലെ സംസം വെള്ളമാണ് കിട്ടാൻ. അപ്പോൾ ഒരു ലഗേജും സംസം വെള്ളം കുറേ കഴിഞ്ഞിട്ടാട്ടോ എനിക്ക് കിട്ടിയത്. ഒരു ബോക്സ് കിട്ടിയിട്ടില്ല. പിന്നെ ലഗേജ് ഒരെണ്ണം കിട്ടി, ഒരെണ്ണം നാളത്തെ ഫ്ലൈറ്റിൽ വരും എന്നാണ് ഇവർ പറയണത്. അതെന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഇവർ വീട്ടിലെത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുങ്ങാണ്ട് പിന്നെ വരുന്നത്? ഇപ്പം എന്താ ചെയ്യാമെന്നൊന്നും അറിയണില്ല. ഈ കാക്ക കുറേ ആൾക്കാരിതാ അവിടെ ആ കൂട്ടം കുത്തി നിൽക്കുന്ന ആൾക്കാർ മൊത്തം ലഗേജ് ഒന്ന് കിട്ടി ഒന്ന് കിട്ടാത്ത ആൾക്കാരാണ്. ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഫ്ലൈറ്റിൽ കയറണതിൻ്റെ മുന്നേ ഒന്ന് അനൗൺസ് ചെയ്യായിരുന്നു, ഇങ്ങനെ ചിലപ്പോൾ ഓവർലോഡാണ്, ലഗേജ് കയറ്റൂല, നാളെ എത്തിക്കും എന്നുള്ളത്. പക്ഷെ ഇതൊന്നും മിണ്ടില്ല. ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാവരും തൊള്ളയും പൊളിച്ച് നിൽക്കുക, ലഗേജ് കാണുന്നില്ല. ഇത് കോഴിക്കോട് എയർപോർട്ടിലാട്ടോ ഈ സംഭവം. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതും. ഇതിനെന്താ ഇനി കാട്ടേണ്ടതെന്ന് അറിയില്ല. ഒരാൾക്കാർ അവിടെ എഴുതി ഒപ്പിടുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയണില്ല. ഇതൊക്കെയും ലഗേജ് കിട്ടാനുള്ള ആൾക്കാരാണ്, ഞാനും ഉൾപ്പെടെ. കണ്ടോ? കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്, നാളെ കിട്ടും എന്നൊക്കെ പറയണം. നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവാം. പിന്നെ വെയിറ്റ് ചെയ്തുങ്ങാണ്ട് ഇക്കയും കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ഇൻഷാ അല്ലാ. അപ്പോൾ ഗൈസ് നമ്മളെ അമ്മച്ചി വന്നിട്ടുണ്ട്. ഫാസിൽ ബ്രോ, ഞാനാണ് വണ്ടിയുടെ ആള്. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ മോന് വണ്ടീന് മുന്നിൽ കയറി. ഗൈസ് ഇതാ ഇക്കൊക്കെ എന്താ പറയാന്? സന്തോഷമുണ്ടോ? അപ്പൊ ഗൈസ് നിങ്ങൾ കുറേ ദിവസമായി എന്നെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് വണ്ടി കയറാട്ടോ. വീട്ടിലെത്ര വീഡിയോ ഓ ഫ്രണ്ടിൽ നമുക്ക് അവിടെ ഇരിക്കാം. നിങ്ങൾ നടക്ക് കയറി. അപ്പോൾ പോവാണ് ഇൻഷാ അല്ലാ വീട്ടിലേക്ക്.